ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് സദ്യയിൽ വിളമ്പുന്ന ഒരു കറി കൂടെയാണ്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു കറിയാണത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പൈനാപ്പിൾ പച്ചടിക്ക് ഞാനിന്ന് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു പൈനാപ്പിളിൻ്റെ പീസസാണ്. പിന്നെ ഗ്രേപ്സ് കൊടുത്തിട്ടുണ്ട്, കറുത്ത ഗ്രേപ്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം വെല്ലം. പിന്നെ അരയ്ക്കാനുള്ളത് തേങ്ങ, തൈര്, പച്ചമുളക്, കുറച്ച് കടുക്, പിന്നെ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, കപ്പലമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഈ പൈനാപ്പിൾ പച്ചടിക്ക്. മുമ്പത്തെ കാലത്തൊന്നും സദ്യയിൽ പൈനാപ്പിൾ പച്ചടി കണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ സദ്യയിലൊക്കെ പൈനാപ്പിൾ പച്ചടി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും ഈ വിഷുവിന് ഇന്നേവരെ ചെയ്യാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിൾ ഇടാം. കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ, കാരണം പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഇത് തിക്കായിട്ടുള്ള ഒരു കറിയാണല്ലോ. അപ്പോൾ വെള്ളം കൂടി പോയാൽ പിന്നെ വറ്റിക്കാനൊക്കെ നിൽക്കണം. മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പോരെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. പൈനാപ്പിൾ വേവണ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇടാം. വെള്ളത്തിന് പകരം ഞാൻ തൈര് തന്നെ ചേർത്തിട്ട് അരയ്ക്കണത്. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരച്ച ശേഷം ഒന്ന് കടുക് ഇട്ടിട്ട് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കടുകിൻ്റെ ആ കയ്പ്പ് വരും ഇതിലേക്ക്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. കടുക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തുറന്നു നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാം. വെല്ലം ഇടുന്നുണ്ട് ഇപ്പം തന്നെ. പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനലാട്ടോ, നിർബന്ധമൊന്നുമില്ല. ഒന്ന് അതിൻ്റെ തേങ്ങയുടെ പച്ചവാസന ഒന്ന് പോയ ശേഷം നമുക്ക് ഇറക്കാം. കട്ടിയായിട്ടുള്ളൊരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിള വന്നിട്ടുണ്ട്, മതിയാവും. വെളിച്ചെണ്ണ, കടുക്, കപ്പലമുളക്, കറിവേപ്പില. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ. താങ്ക് യു ഓൾ.